വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് കിഴക്കമ്പലം ജംഗ്ഷന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 4 BHK വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. 4 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഒരു കാർ പാർക്കിംഗ് സഹിതമാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് വെറും 300 മീറ്ററും, കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് 850 മീറ്ററും, ഇൻഫോ പാർക്കിലേക്ക് 7.8 കിലോമീറ്ററും, സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും, കാക്കനാടേക്ക് 11 കിലോമീറ്ററും, എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്ററും, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 12 കിലോമീറ്ററും, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 9.6 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷൻ നൽകി അത്യാവശ്യം സ്പോട്ട് ലൈറ്റും 2-വേ ലൈറ്റും സ്കോട്ടർ ഡിസൈനും അതുപോലെ തന്നെ ലാറ്ററൈറ്റ് ഡിസൈനുള്ള ടൈലും യൂസ് ചെയ്താണ് വന്നിരിക്കുന്നത്. 3.3 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. വീടിന്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഭംഗിയായി സ്ക്വയർ ട്യൂബ് ഡിസൈനൊക്കെ നൽകിയാണ് വന്നിരിക്കുന്നത്. ഗേറ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റിന്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് ഒരു കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് സൈഡായ ഈസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരു 2-വീലർ പാർക്കിങ്ങിനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറായി കിണറും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഈ ഒരു ഭാഗത്തും നൽകിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ട് ഉണ്ട്. വീടിൻ്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെയും എടുത്ത് വരുന്നത്. ഇവിടുത്തെയും വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. വീടിൻ്റെ 4 സൈഡും അത്യാവശ്യം സ്പേസ് ഇട്ടാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിൽ ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെയും വിട്ട് വരുന്നത്. ഇവിടുത്തെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് നമുക്ക് ഈ ഒരു സ്പേസാണ് ലഭിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. 2-3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിലായിട്ട് ലഭിക്കുന്നുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനാണ് മെയിൻ ഡോറിന് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിന് കോഫി ടേബിളിനുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വന്നിരിക്കുന്നത്. വാൾപേപ്പറൊക്കെ കൊടുത്ത് ഡെക്കർ സ്പേസ് സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് വന്നിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും നൽകിയാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ഡൈനിങ് സ്പേസിൻ്റെ ചെറിയൊരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. റിമൈനിങ് പോർഷനിലും സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടർ എന്നുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ളൊരു മിററും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ GMന്റെ സ്വിച്ചസും വികാന്റെ വയസ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. കിച്ചൻ്റെ ഡോർ സ്കിൻ ഡോറിലാണ് വരുന്നത്. ഗ്ലാസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. 2 ലെയറായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് തന്നെ അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വലുപ്പമുള്ളൊരു ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോറിലാണ് വന്നിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 13 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു വാൾഡ്രോബും അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. സീലിംഗിൽ LED സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ സൊമനിയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിലും 10 അടിയിലേറെ നീളവും 10 അടി വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്.
ഈ ഒരു ബെഡ്റൂമിന്റെ ഒരു കോർണറിലേക്ക് മാറിയാണ് വലുപ്പമുള്ള ഒരു വാൾഡ്രോബ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സൊമനിയുടെ വാട്ടർ ക്ലോസറ്റ് ആണ് വരുന്നത്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സിന് പകരം ഇവിടെ പ്രൊഫൈൽ ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും MSC യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസ് നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് നോർത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് TV സെറ്റ് ചെയ്യാവുന്നതാണ്. പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെയായിട്ട് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു കോർണറിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ ഇരുഭാഗത്തുമായിട്ടാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ സ്കിൻ ഡോറിലാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 13.5 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള ഒരു വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സ്പോട്ട് ലൈറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിന് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു എക്സ്ട്രാ സ്പേസ് കൂടി ലഭിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും കബോർഡ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ സൊമനിയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും സ്കിൻ ഡോറിലാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 2 ഡോറിന്റെ വാൾഡ്രോബ് വരുന്നുണ്ട്. മുകളിൽ സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിൽ വെറ്റേറിയൻ ഡ്രൈ ഏരിയ ചെറിയ സെപ്പറേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സൊമനിയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ MSലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബാൽക്കണി വരുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റ് 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഒരു കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ചോദിക്കുന്നത് 67 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.